ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിന്റെ ക്ലാസ്സുകളെല്ലാം അവസാനിച്ചിരുന്നു. ഞാൻ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. അതായത് ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റിയ സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള മെത്തേഡാണ്. അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള മെത്തേഡാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തും, ഒരു സ്റ്റോക്കിൽ നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമ്മൾ ഒരു സ്റ്റോക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് സ്റ്റോക്കുകളിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വലിയൊരു സമ്പാദ്യം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തേണ്ടത് ഫണ്ടമെന്റൽ സ്റ്റഡിയാണ്. നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിക്കൊണ്ട് സ്റ്റോക്കുകളിലേക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുമ്പോൾ അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ബെനിഫിറ്റ്, നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് നോക്കാം. സ്ഥിര സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് നോക്കാം. ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 988 ആണ്. ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 988 ആണ്. ഒരു 4 വർഷം മുന്നേ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് എവിടെ വരെ വന്നിരുന്നു? ഈ സ്റ്റോക്ക് നമുക്ക് 70 രൂപക്ക് അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കും. 69 രൂപ വരെ, 70 രൂപ വരെ സ്റ്റോക്കിന്റെ പ്രൈസ് എന്തായിരുന്നു? താഴേക്ക് വന്നിരുന്നു. നമ്മള് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ ഒക്കെ 67 വന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സിന്റെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് നമ്മൾ ഈ ലോവർ റേറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും? നമ്മൾ അന്ന് ചെയ്തിട്ട് സ്റ്റോക്ക് ഇന്നും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ക്യാപിറ്റലിന്റെ എത്ര ഇരട്ടി ഉണ്ടാവും നോക്കാം. നമ്മുടെ ക്യാപിറ്റലിന്റെ ഏകദേശം 15 ഇരട്ടി നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാവും. അതായത് നമ്മൾ അന്ന് 70 രൂപ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് 1,00,000 രൂപക്ക് ബൈ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 14 ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് പ്രോഫിറ്റ് മാത്രം ഉണ്ടാവുമായിരുന്നു. നമ്മൾ അങ്ങനെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് സ്റ്റോക്കുകൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ സ്റ്റഡി പല രീതിയിൽ നടത്താം. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കാറുകളാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ കാറുകളെ പറ്റി നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ കാറുകളെ പറ്റി മറ്റുള്ളവർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും. ആ അഭിപ്രായം നമുക്കറിയാം. ടാറ്റ മോട്ടോഴ്സിന്റെ കാറിനെ പറ്റി ചിലപ്പോൾ നമുക്ക് നല്ല അഭിപ്രായമായിരിക്കും. ടാറ്റ മോട്ടോഴ്സിന്റെ വണ്ടികൾ നല്ല വണ്ടിയാണ്. നമ്മൾ റോഡുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ടാറ്റ മോട്ടോഴ്സിന്റെ ഒരുപാട് വാഹനങ്ങൾ. ഇപ്പൊ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടുതൽ EV കാറുകൾ ആരുടെയാണ്? ടാറ്റ മോട്ടോഴ്സിന്റെ ഒരുപാട് EV കാറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കാറുകൾ ആളുകൾ വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് വാങ്ങുന്നത്? ടാറ്റ മോട്ടോഴ്സിന്റെ കാറുകളിൽ ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ കാറ് നല്ല കാർ ആയതുകൊണ്ടാണല്ലോ ആളുകൾ വാങ്ങുന്നത്. അങ്ങനെ നല്ല കാറാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ടാറ്റ മോട്ടോഴ്സ് ഇറക്കുന്നത്. കാറ് മാത്രമല്ല, ടാറ്റ മോട്ടോഴ്സിന്റെ വേറെ വണ്ടികളുണ്ട്, ട്രക്കും ബാക്കി ബാക്കി വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് കാറുകളുടെ കേസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഒരുപാട് കാറുകൾ ആളുകൾ ബൈ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബൈ ചെയ്ത ആളുകൾക്കൊക്കെ കാറിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അങ്ങനെ നല്ല അഭിപ്രായം ആയതുകൊണ്ടാണ്, സേഫ്റ്റിനെ പറ്റി നല്ല അഭിപ്രായമാണുള്ളത്. വണ്ടി നമ്മൾ ഡെയിലി സോഷ്യൽ മീഡിയയിലെല്ലാം കാണാറുണ്ട് ടാറ്റ മോട്ടോഴ്സിന്റെ വണ്ടി ഇടിച്ചിട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ കാറിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ ആ ഇടി കൊണ്ട വണ്ടി ചിലപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കാണുമല്ലോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ കാറ് വാങ്ങുന്നു. അങ്ങനെ കാറ് വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും കമ്പനിയുടെ എന്ത് കൂടുതലായിരിക്കും? കമ്പനിയുടെ വരുമാനം കൂടും. അങ്ങനെ വരുമാനം കൂടുമ്പോൾ നല്ല കമ്പനിയാണ്, അതായത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? ആ കമ്പനിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഷെയറുകൾ ബൈ ചെയ്യും. അങ്ങനെ നല്ല കമ്പനി അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന മെത്തേഡ്, ആ ഒരു കമ്പനിയുടെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയാം. നമുക്ക് ഫണ്ടമെന്റൽ സ്റ്റഡി പല രീതിയിൽ നടത്താൻ പറ്റും. ഇപ്പൊ ഞാൻ ടാറ്റ മോട്ടോഴ്സിന്റെ കാറ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമുക്ക് ഇതുപോലെ പല കമ്പനികളെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുടെ കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പല്ല് തേച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റുകൾ, കോൾഗേറ്റിന്റെ പേസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അതിന്റെ മീനിങ് എന്താ? ഇപ്പൊ ഈ കോൾഗേറ്റ് എന്ന് പറയുന്ന കമ്പനി, കോൾഗേറ്റിന്റെ ഷെയർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നോക്കിയാൽ കാണാം.
ഇത് കോൾഗേറ്റ് എന്ന കമ്പനിയുടെ ഷെയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 2701. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കോൾഗേറ്റ്. അതുപോലെ തന്നെ പല ആളുകളും പല പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ക്ലോസപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, പല പല ടൂത്ത് പേസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ക്ലോസപ്പ് എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന നിത്യ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ പ്രൊഡക്റ്റുകളാണ്. ഹിന്ദുസ്ഥാനി യൂണിലിവർ എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഒരുപാട് സോപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ സോപ്പുകളെല്ലാം ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ ആണ്. അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമ്മളെ പോലെ വേറെയും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്റ്റ്. ഇപ്പൊ കോൾഗേറ്റ് എക്സാമ്പിൾ എടുക്കുക. കോൾഗേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ പോലെ ഒരുപാട് ആളുകൾ കോൾഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അത് തീരുമ്പോൾ പുതിയത് വാങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ പുതിയത് വാങ്ങുന്നുണ്ട്, വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ കമ്പനിക്ക് എന്താ ഉണ്ടാവുന്ന ബെനിഫിറ്റ്? കമ്പനിയുടെ പ്രോഫിറ്റ് ആണല്ലോ അതിലൂടെ കൂടുന്നത്. കമ്പനി ലാഭം ഉണ്ടാക്കുന്നതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ആളുകൾ ഈ പ്രൊഡക്റ്റ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ആ കമ്പനികൾ അത്യാവശ്യം നല്ല ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ കമ്പനികളുടെ ഷെയറുകൾ ബൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ബൈ ചെയ്തിട്ട് ആ കമ്പനികൾ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കമ്പനിയുടെ ഷെയറുകൾ നമ്മൾ ബൈ ചെയ്തതിന് ശേഷം നമ്മൾ ബൈ ചെയ്തതിനേക്കാളും 100% പ്രോഫിറ്റോ അല്ലെങ്കിൽ 1000% പ്രോഫിറ്റോ ഒക്കെ തരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് നോക്കിയപ്പോൾ 70 രൂപന്റെ ഷെയർ 70 രൂപ വരെ വന്നിരുന്നു. ഇപ്പൊ അത് 986 സംതിങ് ആണ്. അതായത് 14 ഇരട്ടി. നമ്മൾ 1 ലക്ഷം രൂപക്ക് വാങ്ങിയിരുന്നെങ്കിൽ 14 ലക്ഷം പ്രോഫിറ്റ് ആണ്. നമ്മൾ ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന് ബൈ ചെയ്തിട്ട് നാളെ സെല്ല് ചെയ്യുന്ന മെത്തേഡ് അല്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ 1 ഇയറിൽ കൂടുതൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ സാധിക്കും. നമ്മൾ വൺ ഇയറിന് താഴേക്കാണെങ്കിൽ എന്താ പറയാ, നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. 1 ഇയറിന് താഴത്തേക്കുള്ള ചെറിയ കാലയളവിലേക്ക് നമുക്ക് ബൈ ചെയ്തുകൊണ്ട് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയും. പക്ഷെ നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഷെയറുകൾ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുമ്പോൾ ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ പറ്റി നമുക്കുള്ള ഒരു അവയർനെസ് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു അഭിപ്രായം നോക്കിക്കൊണ്ട്. അതായത് ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലേക്ക് തന്നെ നമുക്ക് വരാം. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനത്തെ പറ്റി നമുക്കെല്ലാം നല്ല അഭിപ്രായമാണ്. വാഹനം നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ആളുകൾ ബൈ ചെയ്യുന്നുണ്ട്. നമുക്ക് മാത്രമല്ല, ബൈ ചെയ്യുന്ന പല ആളുകൾക്കും നല്ല അഭിപ്രായമാണ്. ഒരുപാട് വണ്ടികൾ നമ്മൾ നിരത്തിൽ കാണുന്നുണ്ട്, വണ്ടികൾ വീണ്ടും വീണ്ടും ഇറങ്ങുന്നത് കാണുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കമ്പനിയുടെ ഷെയറുകൾ ആളുകൾ ബൈ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ബൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പനിയുടെ ഷെയറിൽ പ്രൈസിൽ പ്രൈസ് ഡിമാൻഡ് കൂടിക്കൊണ്ട്, അതായത് കമ്പനി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? ആ കമ്പനി വിശ്വസിച്ചുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഷെയറിന്റെ പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ ഒക്കെ 70 വരെ താഴേക്ക് വന്നിരുന്നു. ഈ താഴേക്ക് വന്നെന്ന് പറയുമ്പോൾ ഈ സമയത്തൊക്കെ കമ്പനി എന്തുകൊണ്ടായിരുന്നു ഈ 500 ഉണ്ടായിരുന്ന ഷെയർ താഴേക്ക് വന്നിട്ടുള്ളത്? അതിന്റെയൊക്കെ കാരണം നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അത്രയും ഉണ്ടായിരുന്ന കമ്പനി താഴേക്ക് വന്നിട്ടുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് മുകളിലേക്ക് കുതിച്ച് കയറിയെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്തൊക്കെ ടാറ്റ മോട്ടോഴ്സ് എനിക്ക് തോന്നുന്നു ജാഗ്വർ ലാൻഡ് റോവറിന്റെ എല്ലാം കമ്പനി ഏറ്റെടുത്തുകൊണ്ട് ആ യൂറോപ്യൻ മാർക്കറ്റിലെല്ലാം ടാറ്റ മോട്ടോഴ്സിന് വാഹനങ്ങളുണ്ട്. ഈ ജാഗ്വർ ലാൻഡ് റോവർ എന്ന കമ്പനി ഉണ്ടല്ലോ, JLR, ഈ JLRന്റെ എല്ലാം ഓണർ ടാറ്റ മോട്ടോഴ്സ് ആണ്. അവിടെ എല്ലാം വാഹനം ഇറക്കുന്നത് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ആണ്. നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ സ്റ്റഡി എങ്ങനെ നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് ഏഞ്ചൽ വൺ എന്ന ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. അത് എങ്ങനെയാണ് നോക്കാം. നമ്മൾ സ്റ്റോക്കിന്റെ ചാർട്ട് എടുക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഓവർവ്യൂ കാണുന്നുണ്ടല്ലോ, ഈ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഈ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് ഒക്കെ മുമ്പ് പഠിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് താഴേക്കുള്ള ഓപ്ഷൻ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിന്റെ ഭാഗം ആയി വരുന്ന സമയത്ത് പഠിക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസിൽ എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മളിവിടെ നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ മാർക്കറ്റ് ക്യാപ്പ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് കാണുന്നുണ്ടല്ലോ, 3,29,001 അത്രയും കോടിയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ മാർക്കറ്റ് ക്യാപ്പ്. മാർക്കറ്റ് ക്യാപ്പ് എന്താ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസിനെ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന വാല്യൂ, ടോട്ടൽ വാല്യൂ ആണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 987.9 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്, എത്ര ഷെയർ ഉണ്ടോ ടാറ്റ മോട്ടോഴ്സിന്, ആ ഒരു നമ്പർ ആണ്, ആ ഒരു എമൗണ്ട് ആണ് ഈ കാണിക്കുന്ന 3,29,001 എന്ന് പറയുന്നത്, അത്രയും കോടി. അപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 3,29,000 കോടിയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പൊ ഈ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ എന്തിനാ പരിഗണിക്കുന്നത്? മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെ പരിഗണിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി ഏതാണ്? റിലയൻസ് ആണ്. റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ് 19,97,197 കോടി ഉണ്ട്. അതായത് 20 ലക്ഷം കോടിന്റെ അടുത്തുണ്ട് റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഓക്കെ,
ടാറ്റ മോട്ടോഴ്സിന് എത്രയാണ്? 3,29,000 കോടി. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഏതൊരു കമ്പനി നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഈ കമ്പനി എടുക്കുന്നത്. ഈ കമ്പനി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കരുത്. സീ കോസ്റ്റ് എന്നൊരു കമ്പനി 216 കോടി അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. എത്ര? 216 കോടി. അപ്പൊ റിലയൻസിന് എത്രയാണ്? 20 ലക്ഷം കോടി. ഇവിടെ ജസ്റ്റ് 216 കോടിയേ ഉള്ളൂ. ഈ കോൾഗേറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കോൾഗേറ്റിന് 74,000 കോടിയേ ഉള്ളൂ. മണപ്പുറത്തിന്റെ കേസിലേക്ക് വന്നാലും മണപ്പുറം 14,000 കോടിയേ ഉള്ളൂ. ചോളമണ്ഡലം ഫിനാൻസ് 94,000 കോടി ഉണ്ട്. ഓരോ കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപ്പ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മള് ഈ മാർക്കറ്റ് ക്യാപ്പ് കൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നേരത്ത് ആ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് പരിഗണിക്കണം എന്ന് പറയാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ഇപ്പൊ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 987 ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ പ്രൈസ്. അപ്പൊ ആരെങ്കിലും പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്തോളൂ, അത് ഭാവിയിൽ 10 ഇരട്ടി വരെ കയറി പോവാന്ന് പറയാന്ന് വിചാരിക്കാം. 10 ഇരട്ടി 987 എന്നുള്ളത് 9,870 ആവും എന്ന എക്സ്പെക്ടേഷനിൽ നമ്മൾ ബൈ ചെയ്യാന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളപ്പോ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഇത് 10 ഇരട്ടി ആകുമ്പോ ഈ 3,28,000 എന്നുള്ള മാർക്കറ്റ് ക്യാപ്പ് എന്താണോ അതും 10 ഇരട്ടിയാണോ? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയായി ടാറ്റ മോട്ടോഴ്സ് മാറണം. എന്നിരുന്നാൽ മാത്രമേ അത് 10 ഇരട്ടി കയറിപ്പോളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പ് വരിക എന്നുള്ളത് അത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ 3,28,000 കോടി ഉണ്ട്. ഇത് വേണമെങ്കിൽ 10 ലക്ഷം കോടി ആവാം. അപ്പോഴും ഇന്ത്യയിലെ ടോപ്പ് 10 കമ്പനികളിൽ എത്തുന്നുള്ളൂ. പക്ഷെ ഇത് 30 ലക്ഷം കോടി ആയാൽ മാത്രമേ ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ പ്രൈസ് എന്താവുള്ളൂ? 10 ഇരട്ടി കൂടുകയുള്ളൂ. 10 ഇരട്ടി ഇവിടെ കൂടുമ്പോ സോറി, ഇവിടെ 10 ഇരട്ടി കൂടുമ്പോൾ ഇവിടെയും 10 ഇരട്ടി കൂടും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കമ്പനി ഇത്ര ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, മാർക്കറ്റ് ക്യാപ്പ് നമ്മളവിടെ പരിഗണിക്കണം. അതായത് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ വോഡഫോൺ ഐഡിയ ഐഡിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് നോക്കാം. ഐഡിയയുടെ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 13 രൂപ. മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 65,000 കോടിയാണ് ഐഡിയയുടെ മാർക്കറ്റ് ക്യാപ്പ്. നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഐഡിയയുടെ ഷെയർ ബൈ ചെയ്തോളൂ, ഷെയറിന്റെ പ്രൈസ് 100 രൂപ എത്തും, അല്ലെങ്കിൽ 100ന്റെ മുകളിലേക്ക് പോകും എന്നൊക്കെ കണ്ടവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ പല ആളുകളും റെക്കമെൻഡ് ചെയ്യാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ആ സമയത്ത് ചിന്തിക്കേണ്ടത്? ഇപ്പൊ 13 ഷെയർ 130 എത്തുമ്പോ എന്താവണം? ഈ 65,000 കോടി എന്നുള്ള മാർക്കറ്റ് ക്യാപ്പ് എന്താവണം? 6,50,000 കോടിയിലേക്ക് എത്തണം. ഈ 6,50,000 കോടി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. 6,50,000 കോടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പിലേക്കാണ് എത്തേണ്ടത്. അപ്പൊ ഇപ്പൊ പൊട്ടി പാളിച്ചായിട്ടുള്ള ഐഡിയ എന്നുള്ള കമ്പനി 6,50,000 കോടിയിലേക്ക് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്തുമോ എന്നുള്ളത് നമ്മൾ ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിക്കണം. അതായത് ആ അത്തരത്തില് കാര്യങ്ങൾ എളുപ്പത്തിൽ പോസിബിൾ അല്ല. നമ്മൾ ജിയോ ഫിനാൻസ്, ഭാരതി എയർടെൽ നോക്കാം നമുക്ക്. ഭാരതി എയർടെൽ ഷെയർ, എയർടെലിന്റെ ഷെയറിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? എയർടെൽ എന്ന കമ്പനിയുടെ 6,88,000 കോടി. അപ്പൊ ഈ എയർടെൽ എന്നുള്ള കമ്പനിയുടെ ലെവലിലേക്ക് ഐഡിയ വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന 10 ഇരട്ടി ഐഡിയയുടെ ഷെയർ കയറി പോവുള്ളൂ. അതായത് എയർടെലും ഐഡിയ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഐഡിയ എന്ന് പറയുന്നത്, വോഡഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനി ലോസ് മേക്കിംഗ് കമ്പനിയാണ്. എല്ലാ ക്വാർട്ടറിലും എന്താണ് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന കമ്പനിയാണ്. കസ്റ്റമേഴ്സ് ഇങ്ങനെ കമ്പനി ഒഴിവാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പല ആളുകൾക്കും കമ്പനിയെ കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിരിക്കാം. ആ നെഗറ്റീവ്, ചില ആളുകൾക്ക് നല്ല അഭിപ്രായം ഉണ്ടായിരിക്കാം. അഭിപ്രായത്തിന്റെ അത് മാത്രമല്ല, കമ്പനി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ക്വാർട്ടറിലും കമ്പനിയുടെ കസ്റ്റമേഴ്സിനെ കമ്പനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഐഡിയ എന്ന കമ്പനി കസ്റ്റമേഴ്സിനെ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കമ്പനി തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 ഇരട്ടിക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ എയർടെൽ എന്നുള്ള കമ്പനിയുടെ ലെവലിലേക്കോ അല്ലെങ്കിൽ ജിയോ എന്നുള്ള കമ്പനിയുടെ ലെവലിലേക്കോ വന്നാൽ മാത്രമേ ഷെയറിന്റെ പ്രൈസ് അങ്ങനെ കൂടി പോകുള്ളൂ. അല്ല വെറുതെ ഷെയറിന്റെ പ്രൈസ് മുകളിലേക്ക് കൂടി പോവില്ല. ഈ ഫാക്ടേഴ്സ് എല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആളുകൾ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇപ്പൊ 13 ഐഡിയ 130 ആവും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഭാരതി ഈ എയർടെൽ നിൽക്കുന്ന ലെവലിലേക്ക് ഷെയറിന്റെ പ്രൈസ് വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ആ ഷെയറിന്റെ പ്രൈസ് 10 ഇരട്ടിക്കായിട്ട് മുകളിലേക്ക് കയറിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഷെയറുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഒരിക്കലും ഷെയറിന്റെ പ്രൈസ് പരിഗണിച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ടായിരിക്കാം, ഇപ്പൊ എയർടെൽ 1,200 പോവുക, 1,200 അല്ലേ, ഐഡിയക്ക് 13 ഉള്ളൂ, അപ്പൊ ഐഡിയ 1,000 വരെ പോകും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ബൈ ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഉണ്ടായിരിക്കാം.
പക്ഷെ ഷെയറിന്റെ പ്രൈസ് കുറവാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് അതിന്റെ പ്രൈസ് 10 ഇരട്ടിയോ 100 ഇരട്ടിയോ കയറി പോകണമെന്നില്ല. കാരണം നമ്മൾ പരിഗണിക്കേണ്ട എന്താണ്? മാർക്കറ്റ് ക്യാപ്പാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ ധാരണ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അതായത് ഇപ്പൊ എയർടെൽ 1200 ഐഡിയക്ക് ആകെ 13 ഉള്ളൂ. അപ്പൊ നമുക്ക് ഐഡിയ വാങ്ങിയിട്ടിട്ട് 1000 എത്തുമ്പോൾ സെല് ചെയ്ത പോലെ ചിന്തിക്കുന്ന ആളുണ്ടായിരിക്കും. പക്ഷെ ഐഡിയന്റെ ഷെയർ 1000 എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ 66,000 എന്നുള്ള മാർക്കറ്റ് ക്യാപ്പ് 66 ലക്ഷം കോടിയാണോ? അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. 66 ലക്ഷം കോടി ഐഡിയയുടെ ഷെയറിലേക്ക് വരിക എന്നുള്ളത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 20 ലക്ഷം കോടിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ഫാക്ടർ പരിഗണിക്കണം. ഷെയറിന്റെ പ്രൈസ് പരിഗണിച്ചുകൊണ്ടാവരുത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറുകൾ പരിഗണിക്കേണ്ടത്. അതായത് ഇപ്പൊ പെർസിസ്റ്റൻസ് എന്ന കമ്പനി ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 8085. മാർക്കറ്റ് ക്യാപ്പ് ആകെ 62,000 കോടിയുള്ളൂ. അപ്പൊ ഈ ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 8,000 അല്ലേ? ഈ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 20,000 വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഫണ്ടമെന്റൽ നോക്കിയിട്ട് നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നല്ല കമ്പനിയാണ്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇവിടെ 8,000 എന്നുള്ള ഷെയറിന്റെ പ്രൈസ് 16,000 ആയി എന്ന് വിചാരിക്കാം. മാർക്കറ്റ് ക്യാപ്പ് ഈ 62,000 എന്നുള്ളത് 1,20,000 ആയിട്ടേ കൂടുന്നുള്ളൂ. അപ്പൊ 1,20,000 എന്നുള്ള മാർക്കറ്റ് ക്യാപ്പ് നമ്മുടെ മാർക്കറ്റിൽ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു എമൗണ്ട് അല്ല. ആ ലെവലിലേക്കൊക്കെ സ്റ്റോക്ക് വളർന്നു വരാം. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? സ്റ്റോക്കിന്റെ പ്രൈസ് പരിഗണിച്ചുകൊണ്ട് ആവരുത് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സ്റ്റോക്കുകൾ പരിഗണിക്കേണ്ടത്. നമ്മൾ മറിച്ച് മാർക്കറ്റ് ക്യാപ്പ് എന്ന ഫാക്ടറാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. സ്റ്റോക്കിന്റെ പ്രൈസ് അല്ലാതെ വീണ്ടും വീണ്ടും പറയാണ്. സ്റ്റോക്കിന്റെ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് വരാം എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. 5,000 ആണെങ്കിലും 10,000 ആണെങ്കിലും 5 ആണെങ്കിലും 1 ആണെങ്കിലും നമ്മൾ പരിഗണിക്കേണ്ടത് മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള ഒരു ഫാക്ടറാണ്. മാർക്കറ്റ് ക്യാപ്പാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. 1 രൂപന്റെ ഷെയർ വാങ്ങിയാലേ 100 ആവും എന്നുള്ള ധാരണയിൽ നമ്മൾ ബൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പരിഗണിക്കേണ്ടത് മാർക്കറ്റ് ക്യാപ്പാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്താന്ന് ക്ലിയർ ആയോ? ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി സ്റ്റോക്കുകൾ നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റോക്കിന്റെ പ്രൈസ് നോക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സ്റ്റോക്കുകൾ പരിഗണിക്കരുത്. സ്റ്റോക്കിന്റെ പ്രൈസിലല്ല കാര്യം ഇരിക്കുന്നത്. സ്റ്റോക്കിന്റെ പ്രൈസിൽ കാര്യമുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ വെച്ച് പരിഗണിക്കുമ്പോൾ നമുക്കതൊരു കാര്യമായിട്ട് തോന്നാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ 5,000 രൂപ ഉണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നതാണ് കുറഞ്ഞ പ്രൈസിനുള്ള ഷെയറുകൾ ബൈ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രോഫിറ്റ് കിട്ടില്ലേ എന്ന തോട്ടായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ മണപ്പുറത്തിന്റെ ഷെയർ എത്ര? 175. അപ്പൊ നമുക്ക് ഒരുപാട് ഷെയറുകൾ കിട്ടും മണപ്പുറത്തിന്റെ ആണെങ്കിൽ. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5,000 രൂപയ്ക്ക് എത്ര ഷെയറേ കിട്ടുള്ളൂ? 5 ഷെയറേ ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ടാറ്റ മോട്ടോഴ്സ് നമുക്ക് 5 ഷെയറുകളെ 5,000 രൂപക്ക് ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് മണപ്പുറം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് ഏകദേശം 20ന്റെ മുകളിൽ ഷെയറുകൾ ബൈ ചെയ്യാൻ സാധിക്കും. 20 ഏകദേശം 25 ഷെയറുകളോളം നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏകദേശം 22 ഷെയർ ബൈ ചെയ്യാൻ സാധിക്കും. അതായത് മണപ്പുറത്തിന്റെ ആണെങ്കിൽ. ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ നമുക്ക് 5 ഷെയറേ ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു ധാരണയിൽ ഒരുപാട് ആളുകൾ വില കുറഞ്ഞ ഷെയറുകളുടെ ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങി വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മൾ പരിഗണിക്കേണ്ട കാര്യം നമ്മളുടെ ക്യാപിറ്റല്. ആ ക്യാപിറ്റലിന് നമ്മൾ ഏത് ഷെയർ വാങ്ങിയാലും നമ്മൾ ഷെയറിന്റെ പ്രൈസ് അല്ല പരിഗണിക്കേണ്ടത്. നമ്മൾ പ്രോഫിറ്റിന്റെ പേഴ്സൻറ്റേജ് ആണ് പരിഗണിക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ മണപ്പുറം ബൈ ചെയ്യുന്ന സമയത്ത് മണപ്പുറത്തിന്റെ ഷെയർ പ്രൈസ് എത്രയാണ്? 175. നമ്മൾ 5,000 രൂപക്ക് ബൈ ചെയ്തു. ഈ മണപ്പുറത്തിന്റെ ഷെയറിന്റെ ഈ എമൗണ്ടിലല്ല കാര്യം. ഇവിടെ താഴെ വരുന്ന എമൗണ്ടിന്റെ ചേഞ്ചിലും ഈ പേഴ്സൻറ്റേജിലുമാണ് നമ്മൾ കാര്യം പരിഗണിക്കേണ്ടത്. അതായത് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് മണപ്പുറത്തിന്റെ ചാർട്ട് നോക്കുമ്പോൾ നമ്മളിവിടെ 2022 ജൂണിൽ 80 രൂപയാണ് മണപ്പുറത്തിന്റെ ഷെയർ പ്രൈസ്. നമ്മൾ അന്ന് ബൈ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം എത്ര ശതമാനം പ്രോഫിറ്റ് ഉള്ളത്? 191% പ്രോഫിറ്റ് ഉണ്ട്. സോറി, 134% പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ബൈ ചെയ്ത പ്രൈസ് എത്രയാണ്? 80 രൂപ. അപ്പൊ നമ്മൾ 80 എന്ന ചെറിയൊരു എമൗണ്ട് പരിഗണിച്ചുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 134%. നമുക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ നോക്കാം. നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ എടുത്ത് നോക്കുമ്പോൾ
ഇവിടെ 2022 ജൂൺ നമുക്ക് നോക്കാം. ഇവിടെ 370 സ്റ്റോക്കിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. ഏകദേശം നമ്മൾ ആ സമയത്ത് 370 ബൈ ചെയ്തിരുന്നെങ്കിൽ 2022 ജൂണിൽ നമുക്ക് കൂടി പരിഗണിക്കാം. ഈ ലെവലിൽ നമ്മൾ ബൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ട്? നമുക്ക് ഇവിടെ ഏകദേശം 170% പ്രോഫിറ്റ് ഉണ്ട്. അതായത് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് നമ്മൾ നോക്കേണ്ടത് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ്. നമ്മൾ 5000 രൂപക്ക് മണപ്പുറം വാങ്ങിയാലും 5000 രൂപക്ക് ടാറ്റ മോട്ടോഴ്സ് വാങ്ങിയാലും നമുക്ക് 10% പ്രോഫിറ്റ് വന്നാൽ നമ്മുടെ പ്രോഫിറ്റ് മണപ്പുറത്തിലാണെങ്കിലും ടാറ്റ മോട്ടോഴ്സിലാണെങ്കിലും 500 തന്നെയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. അല്ലാതെ ഷെയറിന്റെ പ്രൈസ് ചെറുതായി എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതൊന്നുമില്ല. നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ക്യാപ്പും പിന്നെ നമ്മൾ ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ നമുക്ക് വരുന്ന പ്രോഫിറ്റിന്റെ പെർസെന്റേജും ആണ്. അല്ലാതെ എമൗണ്ടിലല്ല. അതായത് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് 900 രൂപക്ക് ബൈ ചെയ്തെന്ന് വിചാരിക്കുക. ആ ടാറ്റ മോട്ടോഴ്സ് 900 ബൈ ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സിന്റെ 1% എന്ന് പറയുന്നത് എത്രയാണ്? 9 രൂപയാണ്. അപ്പൊ നമ്മള് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ 1% കൂടുമ്പോൾ അതിൽ 9 രൂപ കൂടുന്നുണ്ട്. മണപ്പുറത്തിന്റെ ഷെയറിന്റെ പ്രൈസ് 100 രൂപയെന്ന് വിചാരിക്കാം. 100 എന്നുള്ള ഷെയറിന്റെ പ്രൈസ് അതിന്റെ 1% എത്രയാണ്? 1 രൂപ. 100 എന്നുള്ളത് 101 ആവുന്നതും 900 എന്നുള്ളത് 909 ആവുന്നതും രണ്ടും സെയിം തന്നെയാണ്. കാരണം 1% രണ്ടിലും വരുന്ന മാറ്റം. അതായത് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മള് ഷെയർ ബൈ ചെയ്യുമ്പോൾ നമ്മൾ 900 വാങ്ങുന്ന ഷെയറിൽ 1% കൂടുമ്പോൾ 9 പോയിന്റ് കൂടുന്നു. അതുപോലെ തന്നെ നമ്മൾ 100 രൂപക്ക് വാങ്ങിയ ഷെയറിന്റെ പ്രൈസ് 1 രൂപ കൂടുമ്പോൾ നമുക്ക് 1% വരുന്നു. നമുക്ക് ഈ 1 രൂപ എന്നുള്ള മാറ്റവും 9 രൂപ എന്നുള്ള മാറ്റവും അതിന്റെ പെർസെന്റേജ് രണ്ടും സെയിം തന്നെയാണ്. ആ സെയിം പെർസെന്റേജ്, അതായത് 1% കൂടുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ 9 രൂപ കൂടും. 1% കൂടുമ്പോൾ മണപ്പുറത്ത് എത്ര രൂപ കൂടും? 1 രൂപ കൂടും. അപ്പൊ ശതമാനമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതായത് സ്റ്റോക്കിന്റെ പ്രൈസിലല്ല കാര്യം. ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റോക്കിന്റെ പ്രൈസ് കുറവായി എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ബൈ ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ എന്നുള്ള കാര്യം പരിഗണിക്കുക. ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ എന്ന് പരിഗണിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് പഠിക്കും. നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താനൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ നമ്മൾ ഫണ്ടമെന്റലി ഒരു കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത്. അതായത് സ്റ്റോക്കിന്റെ പ്രൈസിൽ അവിടെ കാര്യം ഇല്ല എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നമുക്ക് അവിടെ കാര്യം വരുന്നത് മാർക്കറ്റ് ക്യാപ്പിലാണ്. സ്റ്റോക്കിന്റെ പ്രൈസ് കുറവായി എന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും ആ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടി വരണം എന്നില്ല. അല്ലെങ്കിൽ 1 രൂപയുടെ സ്റ്റോക്ക് 10 രൂപയാവും എന്നുള്ള എക്സ്പെക്ടേഷന്റെ പുറത്ത് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് യാതൊരുവിധ കാര്യവും ഇല്ല. കാരണം നമ്മൾ പരിഗണിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ എന്തിന്റെ ബേസിലാണ് സ്റ്റോക്കുകൾ ബൈ ചെയ്യുക? ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിക്കൊണ്ടാണ് നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്യുക. നമ്മൾ എന്തൊക്കെ സ്റ്റഡി നടത്തുക? ഒരു കമ്പനിയുടെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി നടത്തും, ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്തും. അതായത് കമ്പനിയുടെ കണക്ക് കൊണ്ടുള്ള എല്ലാ ഡാറ്റയും നമ്മൾ ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പഠിക്കണം, നമ്മൾ ക്വാർട്ടർലി റിസൾട്ട് പഠിക്കണം. അതായത് കമ്പനിയുടെ എല്ലാ റേഷ്യോസും കാര്യവും നമ്മൾ നോക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെന്റ് നോക്കണം, ആ കമ്പനിയുടെ വരാൻ പോകുന്ന ബിസിനസ് എന്താന്ന് നോക്കണം, കമ്പനി എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് നോക്കണം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്യുമ്പോൾ അത് എന്ത് കമ്പനിയാണ്, എന്ത് ബിസിനസ്സാണ് ആ സ്റ്റോക്ക് നടത്തുന്നത്, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് ആ കമ്പനി നടത്തുന്നത് എന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമ്പിളിന് ഇപ്പോൾ നമുക്ക് ഐ ടി സിയുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത ആളുകൾ വളരെ കുറവായിരിക്കും. കാരണം ഐ ടി സിക്ക് ഒരുപാട് സോപ്പുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്മേറ്റ്സ് എന്ന ബുക്ക് ഉണ്ടല്ലോ, ഈ ക്ലാസ്മേറ്റ്സ് എന്നുള്ള ബുക്ക് ഐ ടി സിയുടെ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആശീർവാദ ആട്ട ഐ ടി സിയുടെ ആണ്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഐ ടി സിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ ആണ് ഈ ഹോർലിക്സും ബൂസ്റ്റും. ഈ കമ്പനികളെല്ലാം ഹിന്ദുസ്ഥാനി യൂണിലിവറാണ്. നമുക്ക് രണ്ടും രണ്ട് പേരിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ എല്ലാം പാരന്റ് കമ്പനി ഇതെല്ലാം ഹിന്ദുസ്ഥാനി യൂണിലിവർ എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി യൂണിലിവറിനും ഒരുപാട് സോപ്പുകൾ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ടി വി കാണുന്ന സമയത്ത് പരസ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ പരസ്യങ്ങളുടെ എല്ലാം എൻഡിൽ തൊട്ട് മുകളിൽ ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ? ഹിന്ദുസ്ഥാനി യൂണിലിവറിന്റെ അത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് പല രീതിയിൽ നടത്താമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടാറ്റ മോട്ടോഴ്സിന്റെ കേസ്. നമ്മളൊരു കമ്പനി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോൾഗേറ്റിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റുകൾക്ക് ഒരു കമ്പനികൾ അതായത് ആ പ്രൊഡക്റ്റുകളുടെ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ആ കമ്പനിയുടെ പേര് നോക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഷെയർ ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റി നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. എക്സാമ്പിൾ ഗോൾഗേറ്റ് തന്നെ എടുത്തോളൂ. നമ്മൾ ഗോൾഗേറ്റ് എന്ന കമ്പനിയുടെ ഷെയർ നോക്കി ഞാൻ കാണിച്ചു തന്നു. ആ ഗോൾഗേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയെ പറ്റി നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. ഇനിയിപ്പോ ആ കമ്പനിയുടെ പേസ്റ്റ് എങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് എങ്ങനെയാണെങ്കിൽ പോലും നമ്മളിത് സ്ഥിരം ബൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണല്ലോ. നമ്മൾ വീണ്ടും വീണ്ടും ബൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണല്ലോ. നമ്മളെ പോലെ ഒരുപാട് ആളുകൾ ബൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണല്ലോ. വീണ്ടും വീണ്ടും ആളുകൾ ഇത് ബൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലേ.
അങ്ങനെ പ്രൊഡക്റ്റ് ആളുകൾ ബൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുന്നു, നല്ല രീതിയിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ കൂടുന്നു. അങ്ങനെ നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് ഭാവിയിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉള്ള കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊരു സ്റ്റഡിയാണ്. ഇതും ഫണ്ടമെന്റൽ സ്റ്റഡിയുടെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം എടുത്തുകൊണ്ട് ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താൻ സാധിക്കും. എക്സാമ്പിളിന് നമുക്ക് പെയിന്റിങ് സെക്ടറിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിക്കും? നമുക്ക് ഇത്തരത്തിൽ വെബ്സൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമുക്ക് വേറെ രീതിയിൽ പഠിക്കാൻ സാധിക്കും. നമ്മളെ വീട്ടിൽ പെയിന്റിങ് ചെയ്യാറുണ്ടാവും, ചിലപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ പെയിന്റിങ് ചെയ്യാറുണ്ടാവും. ആളുകൾ ഏത് കമ്പനിയുടെ പെയിന്റാ വാങ്ങുന്നതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതല്ല, ജസ്റ്റ് നമ്മുടെ നാട്ടിൽ ഒരു പെയിന്റിന്റെ കട ഉണ്ടെന്ന് വിചാരിക്കാം. ജസ്റ്റ് അവിടെ പോയി അഭിപ്രായം ചോദിക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്നത് ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്? ഏഷ്യൻ പെയിന്റ്സ് ഉണ്ട്, ബർജർ പെയിന്റ്സ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, നെരോലാക്ക് ഉണ്ട്, ഒരുപാട് പെയിന്റിംഗ് കമ്പനീസ് ഉണ്ടല്ലോ. ഈ പെയിന്റിംഗ് കമ്പനികളിൽ ഏത് കമ്പനിയുടെ പെയിന്റ് ആണ് ആളുകൾ കൂടുതൽ ബൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ഒരു കടക്കാരന് അറിയാൻ ചാൻസ് ഉണ്ട് നല്ല പ്രൊഡക്റ്റ് ഏത് കമ്പനിയുടെ ആണ്, ആളുകളെ ഏറ്റവും കൂടുതൽ ബൈ ചെയ്യുന്നത് ഏതാന്നുള്ളത്. അപ്പൊ ആ ഒരു കമ്പനി, അപ്പൊ എക്സാമ്പിൾ അയാൾ ഏഷ്യൻ പെയിന്റ്സ് എന്നൊരു പേര് പറഞ്ഞു തന്നു വിചാരിക്കാം. നമ്മൾ നേരെ ഏഷ്യൻ പെയിന്റ്സിന്റെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുക. ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിക്കൊണ്ട് ഏഷ്യൻ പെയിന്റ്സ് എന്നുള്ള കമ്പനി നല്ലതാണോ എന്ന് നമുക്ക് ആ ഒരു സ്റ്റഡിയിലൂടെ മനസ്സിലാക്കി എടുത്തിട്ട് ആ ഒരു കമ്പനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുന്നതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്ക്രീനർ ആണ്. ഈ സ്ക്രീനർ എന്നുള്ള വെബ്സൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നമുക്ക് ഒരു കമ്പനിയുടെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. screener.in നിങ്ങൾ വെബ്സൈറ്റ് നോട്ട് വെച്ചോളൂ. നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്നാണ് സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും താഴെ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് വരെ അവൈലബിൾ ആണ്. ഇതിപ്പോ ഞാൻ നോക്കിയിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ എല്ലാ ഫാക്ടേഴ്സും നോക്കിക്കൊണ്ടാണ് സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താൻ പോകുന്നത്. നോക്കണ്ട, നമുക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 529 പേജ് ഉണ്ട് ഈ റിപ്പോർട്ടിൽ. നമ്മൾ ഈ റിപ്പോർട്ട് ഫുള്ള് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ റിപ്പോർട്ടിൽ നിന്നും ഒരു മിനിറ്റ്, നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. കാരണം കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനും കാര്യങ്ങളെല്ലാം, ആ കമ്പനിയുടെ ബിസിനസ് എന്തൊക്കെയാണ്, കമ്പനിയെ ലക്ഷ്യം വെക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ പ്ലാനും കാര്യങ്ങളും, അതുപോലെ തന്നെ അവരുടെ നിലവിലുള്ള ബിസിനസ് എന്താ എന്നുള്ള മൊത്തം ഡീറ്റെയിൽസും ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, പ്രൈവറ്റ് വെഹിക്കിൾസ്, ഇലക്ട്രോണിക് വെഹിക്കിൾസ് കാണുന്നല്ലോ. JLR, ജാഗ്വർ ലാൻഡ് റോവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ JLR, എത്ര യൂണിറ്റ് വണ്ടികൾ സോൾഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ 3,72,000 വണ്ടികൾ സോൾഡ് ചെയ്തിട്ടുണ്ട് ജാഗ്വർ ലാൻഡ് റോവറിന്റെ. അതുപോലെ തന്നെ നമുക്ക് ഓരോ എല്ലാ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഈ റിപ്പോർട്ട് എങ്ങനെ റീഡ് ചെയ്യണമെന്നുള്ളത്, റിപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നൊക്കെ നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ആണ് screener.in. സ്ക്രീനർ എന്ന വെബ്സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്. നമുക്ക് വേറെ വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുന്നത് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുന്നത് സ്ക്രീനർ എന്നുള്ള വെബ്സൈറ്റ് വഴിയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ സ്റ്റഡിയുടെ ജസ്റ്റ് ബേസിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുന്നോട്ടുള്ള ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ക്രീനർ എന്ന വെബ്സൈറ്റിൽ എങ്ങനെ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം എന്നുള്ള കാര്യമൊക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡൗട്ടുള്ള ഉണ്ടാവണമെന്ന് ഉണ്ടാവില്ല, കാരണം ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ബേസിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇന്ന് ജസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് എന്നൊരു ഫാക്ടർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് ജസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഏഞ്ചൽ വണ്ണിൽ നമുക്ക് എല്ലാ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കാണാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫണ്ടമെന്റൽസ് അനാലിസിസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഫണ്ടമെന്റൽ അനാലിസിസ് അല്ല, ഫണ്ടമെന്റൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ആ ഓപ്ഷനിൽ കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിവിടെ ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഇതൊക്കെ എന്താ നമ്മൾ മുന്നോട്ട് ഉള്ള ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മാർക്കറ്റ് ക്യാപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഷെയറുകൾ ബൈ ചെയ്യുമ്പോൾ എന്ത് പരിഗണിക്കണം, എന്ത് പരിഗണിക്കാൻ പാടില്ല,
ഷെയറിന്റെ പ്രൈസ് അല്ല ഒരു ഫാക്ടർ, മറിച്ച് മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള ഒരു ഫാക്ടർ പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഷെയറുകൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ആ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് ക്യാപ്പിലൊന്നും ഒരു ഫാക്ടർ പരിഗണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ആണ് പരിഗണിക്കേണ്ടത്. മാർക്കറ്റ് ക്യാപ്പ് മാത്രമല്ല, നമ്മൾ വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് പരിഗണിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ സെക്ഷൻ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ല, അല്ല, എല്ലാം ക്ലിയർ ആണ്. ജസ്റ്റ് ലൈക്ക് അടിച്ചോളൂ അങ്ങനെയാണെങ്കിൽ. ഓക്കെ ബ്രോ, IPO ജസ്റ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് അതിന് മുമ്പ്